ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു തെലുങ്ക് സിനിമയാണ്. സരിപ്പോദ ശനിവാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ വരുന്നത്. സൂര്യാസ് സാറ്റർഡേ എന്നാണ് പിന്നെ തമിഴിലും മലയാളത്തിലും റിലീസ് ചെയ്തപ്പോൾ അതിൻ്റെ പേര് വന്നിട്ടുള്ളത്. സൂര്യാസ് സാറ്റർഡേ, സരിപ്പോദ ശനിവാരം, അങ്ങനെയാണ് തെലുങ്ക് പേര് വരുന്നത്. നമ്മുടെ നാനി, അതുപോലെ തന്നെ പ്രിയങ്ക അരുള്, എസ് ജെ സൂര്യ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്, തെലുങ്ക് സിനിമയാണ്. ഞാൻ തമിഴ് ഡബ്ഡ് വേർഷനാണ് കണ്ടത്. പിന്നെ ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ, പ്ലോട്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഒരു രസകരമായിട്ടുള്ളൊരു പ്ലോട്ടാണ്. എന്താ പറയുക, നമ്മുടെ നായകന് ഭയങ്കര ദേഷ്യം വന്ന് അടിച്ച് ശരിയാക്കാനുള്ള ദേഷ്യമായിരിക്കും. അത് അടിച്ച് ശരിയാക്കിയിട്ട് അടങ്ങുള്ളൂ. ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ, ആ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. കണ്ടു നോക്കുക. കിടിലൻ പെർഫോമൻസ് ആണ് നാനിയുടെ. കിടിലൻ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ എസ് ജെ സൂര്യ, അദ്ദേഹത്തെ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടറായിട്ട് അങ്ങോട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതാക്കി കൈ തരുന്ന ഒരാളാണ് എസ് ജെ സൂര്യ. സൂപ്പറാക്കിയിട്ടുണ്ട്. കിടിലൻ വില്ലനായിരുന്നു. എന്താ പറയുക, ചിരിയും വരും, അയാളോട് ദേഷ്യവും വരും. ഒന്ന് കൊടുത്ത് അടിച്ച് ശരിയാക്കാൻ നമുക്ക് തോന്നുകയും ചെയ്യാത്ത ആ ഒരു കഥാപാത്രത്തിന് ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു എസ് ജെ സൂര്യ എന്നുള്ളത്. നാനിയുടെയും പെർഫോമൻസ് മോശം എന്നല്ലായിരുന്നു, കിടിലൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നായിക പ്രിയങ്ക അരുള്, നായിക ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ സിനിമകളൊക്കെ കാണുന്ന പോലെ തന്നെ നായകനെ ബൂസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടിപ്പിക്കൽ നായിക തന്നെയാണ്. പക്ഷെ എന്നാലും പിന്നെ ഓവറോൾ റോളുണ്ട്. ഫസ്റ്റ് മുതൽ അവസാനം വരെ തന്നെ പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു പാട്ട് സീനിന് മാത്രമായിട്ട് വന്നു പോകുന്ന ഒരു നായികയായിട്ടല്ല. പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ അഭിരാമി, പിന്നെ സായികുമാർ, പിന്നെ അതിഥി രവി ഉണ്ട്. എല്ലാവരും കിട്ടിയ റോളുകളെല്ലാവരും മികച്ച രീതിയിൽ തന്നെ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ പ്ലേ എടുത്ത് നോക്കിയാലോ, പിന്നെ എന്താ പറയുക, ഒരു രസകരമായ ഒരു വ്യത്യസ്തമായ ഒരു പാറ്റേണിലാണ് സംഭവമാണ്. ഒരു ടിപ്പിക്കൽ തെലുങ്ക് മൂവി സ്റ്റൈൽ തന്നെയാണ് ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ പോയത്. പക്ഷെ എന്നാലും ആ ഒരു രസമുണ്ടായിരുന്നു, ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ ഡയറക്ഷൻ, സൂപ്പർ ഡയറക്ഷൻ തന്നെയായിരുന്നു. വിവേക് ആത്രയാണ് ഈ സിനിമയുടെ തിരക്കഥയും ഡയറക്ടറുമായിട്ടുള്ളത്. വിവേക് ആത്രയ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പിന്നെ BGM കിടിലൻ തന്നെയായിരുന്നു. BGM നമ്മുടെ ജെക്സ് ബിജോയ് ആണ് BGM ചെയ്തിട്ടുള്ളത്. സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ആക്ഷനുകളൊക്കെ എല്ലാം നമുക്കൊരു ആക്ഷൻ പടം, ഒരു തട്ടുപൊളിപ്പൻ ആക്ഷൻ പടം എങ്ങനെ കാണാവോ ആ രീതി തന്നെ സിനിമയും കാണുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇമോഷണൽ രംഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. 3 മണിക്കൂറുണ്ട് കേട്ടോ സിനിമ. ഫസ്റ്റ് ഹാഫ് രക്ഷയിലായിരുന്നു, പൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കിടിലനായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആ ഇൻ്റർവൽ ബ്ലോക്കൊക്കെ സൂപ്പറായിരുന്നു. ഇൻ്റർവൽ ബ്ലോക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഇൻ്റർവൽ ബ്ലോക്കൊക്കെ രക്ഷയിലായിരുന്നു. ഇൻ്റർവലിന് ശേഷം പിന്നെ ഒരു കാറ്റ് ആൻഡ് മൗസ് എന്നൊക്കെ പറയാം. എന്നാലും നമുക്കറിയാം എങ്ങോട്ടാണ് പോവുക, എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഇൻ്റർവലിന് ശേഷം നമുക്കറിയാം എന്താ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും നമ്മളെ പിടിച്ചെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്. സൂര്യാസ് സാറ്റർഡേ എന്ന സിനിമ എനിക്കിഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ OTT വന്നിട്ട് കാണാൻ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്നാലും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ല ഫൈറ്റും സോങ്സും കുഴപ്പമില്ലായിരുന്നു. എല്ലാം കൊണ്ടും വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ. വലിയ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു വർത്ത് വാച്ച് തന്നെയാണ് ഈ സിനിമ എന്നുള്ളത്. അത്രയൊക്കെ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനല്ല. ലെങ്ത് കുറച്ച് കൂടിപ്പോയത് ഡൗട്ട്, എന്നാലും ആ ലെങ്ത് വലിയ സീനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. നാനിയുടെയും എസ് ജെ സൂര്യയുടെയും പെർഫോമൻസ് കാണാൻ തന്നെ ഒരു വട്ടം കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത്. ഒരു ടിപ്പിക്കൽ തെലുങ്ക് ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ട് തോന്നി. പക്ഷേ എന്നാലും എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മുടെ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. തെലുങ്കിൽ സരിപ്പോദ ശനിവാരം തന്നെയാണ് ബുക്ക് മൈ ഷോസിലൊക്കെ ഉള്ളത്. മലയാളത്തിലും തമിഴിലായിട്ട് വരുന്ന സമയത്ത് സൂര്യാസ് സാറ്റർഡേ എന്നാണ് വന്നിട്ടുള്ളത്. ശനിയാഴ്ച, സൂര്യയുടെ ശനിയാഴ്ച, അതാണ് സംഭവം. അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും